അതുപോലെ മലയാളികൾ ഒത്തിരി വികസനത്തിന് വേണ്ടി നമ്മൾ ഇലക്ട്രോണിക്സ് യുഗത്തിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മളിപ്പോൾ കാൽക്കുലേറ്റർ തന്നെയാണെങ്കിൽ പണ്ട് നമ്മൾ കടകളിൽ പോകുമ്പോൾ ഈ പെട്ടിക്കടകളിലും പലചരക്കടകളിലൊക്കെ അവർ ഇങ്ങനെ കൂട്ടണം കണ്ടിട്ടുണ്ട് 1 8 8 2 8 3 24 5 40 ശിഷ്ടം 1 ഈ ശിഷ്ടം എന്ന വാക്കുപോലും ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ മലയാളികളുടെ മെമ്മറി ശരിക്കും ഇലക്ട്രോണിക്സിന് കടം കൊടുത്തേക്കണമെന്ന് പറയാം അല്ലേ സാറേ? സത്യമാണ്. കാരണം പണ്ട് 3 ഡിജിറ്റ്സ് ഒക്കെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സെക്കൻഡ് മനസ്സ് മതിയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ആരും അതിന് സമയം ചില ഇപ്പോഴും പറ്റും. ഇപ്പോൾ 65 ഗുണം 65 5 25 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് മനസ്സുകൊണ്ട് കണക്കുട്ടി എളുപ്പം ഉത്തരം കിട്ടും. ആർക്ക് സമയം, എന്തിനാ സമയം കളയുന്നു? മൊബൈൽ ഫോണിൻ്റെ അകത്ത് കാൽക്കുലേറ്റർ ഞെക്കി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഈസി ആയിട്ട് കിട്ടുന്ന എന്തിൻ്റെ പുറകെ ആദ്യം ഓടുന്നത് മലയാളികളാണ്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പാരമ്പര്യം അങ്ങനെ. ആദ്യം ഓടുന്നത് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നത് എന്തുണ്ടോ അതിൻ്റെ പുറകെ ഏറ്റവും നല്ല ബ്രാൻഡ് കാറുകൾ ഇന്ന് ആദ്യം വിൽക്കുന്നത് എവിടെയാണ്? അഗസ്റ്റിനെ കേരളത്തിൽ. ആരെടുത്താൽ ഏത് വലിയ കാർ കമ്പനിക്കാരും ആദ്യം കണ്ട് പോഷ എല്ലാം വന്നു കഴിഞ്ഞു. പിന്നെ ഈ റോൾസ് റോയ്സ് വന്നു കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും കേരളത്തിലായി കഴിഞ്ഞു. ഇത് മലയാളിയിലേക്ക് ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ ഏത് വണ്ടിയെക്കുറിച്ച് സംസാരിക്കും? ഇനി എന്തിന് എറണാകുളത്തിലെ കൊച്ചാമ്പിള്ളാർ ആൺകുട്ടികൾ സംസാരിക്കുന്നത് CR എന്നാണ്. എന്തോ പറഞ്ഞത് CR? അഗസ്റ്റ് പറഞ്ഞു എന്തോ ഈ CR ലാക്സ് ഒന്നും അല്ല പറയുന്നത്. കൂട്ടുകാർ തമ്മിൽ ഞാനൊരു 15 CR ഇന്നലെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. 15 CR എന്ന് പറഞ്ഞാൽ ചെയറാണോ? അല്ല, ക്രോഴ്സ്. നമ്മുടെ ചെറുപ്പത്തിൽ പോലും ഞങ്ങൾ ഈ ക്രോഴ്സ് എന്നുള്ള ഉപയോഗിച്ചിട്ട് പോലും ഇല്ല പദം. ഇന്ന് കൊച്ചുകുട്ടികളുടെ നാവിൻ്റെ തുമ്പിൽ CR ആണ്. എറണാകുളത്ത് സിറ്റിയിലൊക്കെ വളർന്നു, കേരളം ഒന്ന് നന്നായിട്ട് വളർന്നു. എല്ലാവരുടെയും ആവശ്യത്തിലേറെ തമ്പുരാൻ പൈസയും തന്നു കഴിഞ്ഞു. അപ്പം മാറ്റങ്ങളിൽ നമ്മൾ പഴയകാല നമ്മുടെ സംസ്കാരങ്ങൾ വിട്ടിട്ട് ഭാരതീയ സംസ്കാരം വരെ നമ്മൾ മറക്കാൻ തുടങ്ങിയിരിക്കുക. എല്ലാം പുതുമയിലേക്ക് പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഊണ് ഇനി റെഡിമെയ്ഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കുമെന്ന് പറയുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ ഇലയായി കഴിഞ്ഞല്ലോ. അതുപോലെ തന്നെ സാറേ, നമ്മൾ ഇൻ്റർവ്യൂവിന് മുമ്പ് സംസാരിച്ചപ്പോൾ മലയാളികൾ പലപ്പോഴും പലതും മറക്കുന്നവരാണ്. വന്ന വഴികൾ പലപ്പോഴും സാറിനോട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു സസ്യങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമിക്കരി, പച്ചകീർക്കല്, അതുപോലെ തന്നെ മലയാളികൾ മറന്നു പോകുന്നുണ്ട് കുറേ വാക്കുകൾ. അതും ശരിക്കും പുസ്തകവായനയും തമ്മിൽ വളരെ മാത്രമല്ല, അത് നമ്മളിപ്പോൾ ഈ മുത്തശ്ശിമാരൊന്നും ഇല്ല. പഴയ കാലങ്ങളിൽ വല്യമ്മച്ചിമാരും മുത്തശ്ശിമാരും ഉമ്മുമ്മമാരെന്ന് പറഞ്ഞ് പ്രായമുള്ള ഒരു പക്വതയുള്ളവരുണ്ടായിരുന്നു. അവർ ഇപ്പോൾ ഉമുക്കരി എന്നുള്ള സംഗതി എന്താണ് ഉമുക്കരി എന്ന് ചോദിച്ചാൽ നമ്മുടെ തലമുറയ്ക്ക് എത്ര പേർക്കറിയാം? പഴയ കാലങ്ങളിൽ രാവിലെ ഈ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു വെജിറ്റബിൾ ഉണ്ടായിരുന്നു, കട്ടിയുള്ള തൊലിയുള്ള, അത് എന്താ പറയാൻ എൻ്റെ പേര് മറന്നുപോയി. അത് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കാത്തൊരു ചൊരക്കയുടെ തോട് ഓണമാകുമ്പോൾ അത് ഉണങ്ങി എടുത്തിട്ട് പൊട്ടിക്കും. മണ്ടയ്ക്ക് പൊട്ടിച്ച് അകത്തെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഉണങ്ങി കഴിയുമ്പോൾ വലിയൊരു കേസ് മാതിരി കിട്ടും. അതിനകത്ത് അത് ഞാത്തിയിടും. പഴയ കാലത്തെ പെരയുടെ ഒരു മൂല ഞാത്തിയിടും. മൊത്തം എന്തോ ഇടുന്ന അറിയാമോ? ഉമിക്കരിയ. ഉമി നെല്ല് മില്ലിക്കൊണ്ട് കുത്തിക്കൊണ്ട് വരുമ്പോൾ കിട്ടുന്ന നമ്മളുടെ ഉമി ഉണ്ടല്ലോ, അത് പുറത്തെ ഹാഡ്, അതിൻ്റെ ഹസ്ക്, അത് നമ്മൾ അത് ചുട്ട് കരിച്ചെടുക്കുന്നതാണ് ഈ ഉമിക്കരി. അതിൻ്റെ ഗുണം തന്നെ അത് പല്ല് തേക്കുമ്പോൾ നന്നായിട്ട് അഴുക്കെല്ലാം പോവുകയും ചെയ്യും. പല്ലിനെ റബ്ബ് ചെയ്ത് ഒരിക്കലും പല്ലിൻ്റെ ഇനാമലും സിമെൻറ്റും ഒന്നും ഇളക്കി കളയത്തുമില്ലായിരുന്നു. ചിലവില്ല, പൈസ കൊടുത്തൊന്നും വാങ്ങിക്കണ്ട. പിന്നല്ലേ ഈ കെമിക്കലുള്ള പേസ്റ്റുകളെല്ലാം വന്നത്. അതുപോലെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും ഉമിക്കരിയായിരുന്നു. ആ പാരമ്പര്യം നമ്മളിൽ നിന്ന് പോയി. എന്താ ഉമിക്കരി എന്ന് പറഞ്ഞു നോക്കിയാൽ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അതുപോലെ അത് പറയുമ്പോൾ അങ്ങ് പറയുകയാണ്, പഴയ കാലത്ത് ജൂൺ മാസം ആകുമ്പോൾ ഇത്രയുള്ള കൊച്ചു ചക്കരമാങ്ങ കിട്ടുമായിരുന്നു. കേരളത്തിലെ എല്ലാ വീട്ടുകളിലും ഉണ്ട് ആ മാവ്. അപ്പോൾ മുത്തശ്ശിമാരെന്ത് ചെയ്യും? ആ മാങ്ങ 10 100 കിട്ടിയാൽ കഴുകിയെടുത്ത് അല്പം ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ബോയിൽ ചെയ്യും. അല്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കും. എന്നിട്ട് വൃത്തിയായിട്ട് എടുത്തിട്ട് വലിയ ഭരണിയുണ്ട്. ആ ഭരണി എന്ത് ചെയ്യും? ഭരണി എന്ന് പറയുന്ന നക്ഷത്രമുണ്ട്. ഈ ഭരണിയുമായിട്ടും അതിന് ബന്ധമുണ്ട്. ആ നക്ഷത്രത്തിന് ഈ ഭരണി കൊണ്ടുവന്ന് കഴുകുന്ന ഉപ്പുവെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കും. കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിറയെ കാന്താരി ആദ്യം അടിയിലിടും. പിന്നെ കുറച്ച് ഇഞ്ചി ഇടും. പിന്നെ കരുവേപ്പില ഇടും. പിന്നെ ഉപ്പ് കലക്കി ചൂടാക്കി ബോയിൽ ചെയ്ത വെള്ളം അങ്ങോട്ട് ഒഴിക്കും. എന്നിട്ടൊരു 10 50 മാങ്ങ എടുത്താൽ ഈ വല്യമ്മച്ചി കൈ കൊണ്ട് കോരി എടുത്ത് അതിനകത്തോട്ട് അങ്ങിടും. ഇട്ട് പിന്നെ ഉപ്പുവെള്ളം ഒഴിച്ച് ഇങ്ങനെ മുളകൊക്കെ ഇട്ട് നിറച്ച് മേളി വരുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇടും. എന്തിനാ? ഗ്യാസ് ഫോം ചെയ്താൽ ഇത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഗ്യാപ്പ് ഇടും. ഇതെല്ലാം നിറഞ്ഞു കഴിയുമ്പോൾ മോനെ പഴയ കാലത്തെ ഒരു സിസ്റ്റം, അത് ഞാനങ്ങ് പറയുകയാണ്, തലമുറയ്ക്ക് വേണ്ടി പറയാം. കണ്ടുകൊണ്ടിരിക്കുന്ന കേരള വിഷനിലെ കാണുന്ന കുഞ്ഞുങ്ങളിലും മനസ്സിലാക്കിക്കോട്ടെ. എന്നിട്ട് ഈ മുത്തശ്ശി ഇത് റെഡിയാക്കുന്നതിനിടെ തന്നെ മോളെ ഒരു ഓട്ടുവിളക്ക് കൊണ്ടുവരാൻ പറയും. എന്തോ ഓട്ടുവിളക്ക് എന്തുവാ? ബ്രാസിന്റെ വിളക്ക്, ഓട്ടുവിളക്ക്. അതിന് ഗ്ലാസ് മേപ്പോട്ടൊന്നുമില്ല, ഈ ഫ്ലെയിം ഓപ്പണാണ്. അതാ ഓട്ടുവിളക്ക്. ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളൊക്കെ റാന്തവിളക്കും ഉണ്ട്, ഓട്ടുവിളക്കും ഉണ്ട്. ഓട്ടുവിളക്ക് സേഫ്റ്റിക്ക് ഞങ്ങൾക്ക് റാന്തവിളക്കായി. പിന്നെ അതായത് ഗ്ലാസ് ഉണ്ട്. അപ്പം തീ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കത്തില്ല, കാറ്റടിച്ചാൽ കിടത്തുമില്ല. ഓട്ടുവിളക്കാണെങ്കിൽ തീ മേളിൽ ഇങ്ങനെ കൈ പിടിക്കാനുണ്ട്. ഇങ്ങോട്ട് ബ്രാസ് അത്. പിന്നെ മണ്ണെണ്ണ ഒഴിച്ച് ഒരു തിരി വിട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യും മണ്ടയ്ക്ക്.
അതിന് നടുക്കൂടെ തിരിവെളി വരും, അതാണ് ഈ ഓട്ടുവിളക്ക്. അപ്പോൾ ഈ മുത്തശ്ശി ഭരണി മാങ്ങയെല്ലാം വെച്ചോണ്ട് മോളെ, മൂത്ത മോളെ വിളിക്കും, ഓട്ടുവിളക്ക് കൊണ്ടുപോവാ. ഈ മൂത്ത വിളക്ക് ഓട്ടുവിളക്ക് കൊണ്ട് വെക്കും, അവിടെ ഒരു തീപ്പെട്ടിയും വെച്ച് കൊടുക്കും. മുത്തശ്ശി പിന്നെ ആരെയാണ് വിളിക്കുന്നത്? വേറൊരു കുഞ്ഞിനെ വിളിക്കും. എടീ മോളെ, അവിടെ ആ ചരിപ്പിന് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കയിറക്കി എടുത്തോണ്ട് പോവാ. എന്തുവാ? ചക്ക. ചക്ക ചക്കയല്ല മോനെ, ചക്ക അരക്ക്. അതെന്തുവാ അത്? അറിയില്ല. അതാണ് അഗസ്റ്റിനെ അറിയില്ല, പിന്നെ അങ്ങനെ നമ്മുടെ തലമുറ അറിയുന്നേ. പഴയ കാലങ്ങളിൽ നമ്മുടെ മുത്തശ്ശിമാർ ഈ ചക്കയില്ലാത്ത കുടുംബമില്ലല്ലോ. എല്ലാ വീട്ടുകളിലും കേരളത്തിലാണ്. നമ്മളും മലയാളികൾ ഭാഗ്യമുള്ളവരാണ്. ഇഷ്ടംപോലെ നമുക്ക് പ്ലാവ് തന്നു, പിന്നെ കപ്പ എന്നൊരു സംഗതിയും തന്നതുകൊണ്ട് ആഹാരത്തിന് ഇന്ന് വരെ കേരളം ബുദ്ധിമുട്ടിയിട്ടില്ല. എല്ലാം തമ്പുരാൻ നമുക്ക് തന്നു. ഇപ്പോൾ കഥയിലേക്ക് പോവാം. മുത്തശ്ശിമാർ പണ്ട് ഈ വലിയ ചക്ക അങ്ങോട്ട് വെട്ടിയിട്ട് കഴിഞ്ഞ് ചാക്കിൻ്റെ പുറത്ത് കൊണ്ടുപോകും. എന്നിട്ട് അതിൻ്റെ മൂടങ്ങ് വെട്ടും. മൂടൊക്കെ വെട്ടുമ്പോൾ വെളുത്ത അരക്കാ ചാടുന്നത് മക്കളെ. അപ്പോൾ ഈ മുത്തശ്ശിമാർ എന്ത് ചെയ്യും? ഒന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിൽ ഒന്നും അഴുക്കെന്നും പറഞ്ഞ് കളയരുത്. അഴുക്കെന്നും പറഞ്ഞൊരു സംഗതിയില്ല. രാജ്യങ്ങളിൽ ഒന്നും അഴുക്കില്ല. എന്ത് നോളജ്, എന്ത് അറിവ് കിട്ടിയാലും ഞാൻ കയറ്റി അകത്തിടും. അത് ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്കത് പ്രയോജനമാവും. അപ്പോൾ ഈ ചക്ക മുറിക്കുമ്പോൾ വീഴുന്ന വെളുത്ത അരക്കുണ്ട്, അത് ഈ ഒടിഞ്ഞ തവിയുടെ കണയെന്ന് പറയുമ്പോൾ എൻ്റെ കമ്പ് തവി ഒടിയുമ്പോൾ, പഴയ കാലത്ത് നമ്മുടെ ചിരട്ടയുടെ തവി ഒടിയുമ്പോൾ ഈ കമ്പ് തവി കണയെന്നാണ് പറയുന്നത്. ആ കണ കളയാതെ വെച്ചേക്കും. അപ്പോൾ ഒരു മോളോട് പറയും, മോളെ ആ കണയും എടുത്തുണ്ടോ? ചക്ക വെട്ടി കണയും കൊണ്ട് ആ മോൾ ഓടി വരുമ്പോൾ ആ കണയുടെ അറ്റം വെച്ച് അരക്ക് ചുരുട്ടി അങ്ങ് എടുക്കും. അങ്ങനെ ഒരു 10 ചക്കയുടെ വെട്ടി കഴിയുമ്പോൾ ആ അരക്കെല്ലാം കൊണ്ട് ഇങ്ങനെ കട്ടയിലാവും. ഈ ട്രം അടിക്കുന്ന സ്റ്റിക്ക് മാതിരിയാവും, അറ്റ തുണ്ട മാതിരി ഇരിക്കും. അപ്പോൾ ഈ മാങ്ങ എല്ലാം ഇട്ട് കഴിഞ്ഞ് റെഡി ആയിരിക്കുമ്പോൾ ഓട്ടുവിളക്ക് വന്നു, ഈ ചക്ക അരക്കം വന്നു. ഇനി എന്തുവാ ചെയ്യുന്നത്? ഈ അമ്മൂമ്മ തന്നെ നേരത്തെ ഒരു ചിരട്ട അതിൻ്റെ പുറത്തെ തൊലിയെല്ലാം ഇങ്ങനെ നൂലെല്ലാം ചിരണ്ടി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അമ്മൂമ്മ ഈ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ പതുക്കെ എണീക്കും. ഈ അരക്ക് ആ വിളക്കെ പിടിച്ചിട്ട് അങ്ങ് മെൽറ്റ് ചെയ്യിക്കുമെന്ന്, ലൂസാക്കുമെന്ന്. അപ്പോൾ അത് മേളിൽ വെക്കുമ്പോൾ അത് അലിയാൻ തുടങ്ങും, ഇങ്ങനെ മെൽറ്റ് ചെയ്യും. ആ അരക്കെടുത്തിട്ട് ഈ ഭരണിയുടെ വായയുടെ മേളിൽ കൂടിയിട്ട് ഇങ്ങനെ ഞെക്കി അങ്ങ് അവിടെ പുരട്ടിയിട്ട് ഈ കണയിങ്ങി മാറ്റും. എന്നിട്ട് ഈ എന്താ ചെയ്യുന്നത്? ഈ ചിരട്ടയുടെ ഒരു പകുതി ചിരട്ട എടുത്ത് ചിരണ്ടി വൃത്തിയാക്കി ചിരട്ട എടുത്ത് അകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് ഞെക്കി അങ്ങ് അടയ്ക്കും. അത് പിന്നെ അടുത്ത വർഷം ഈ ജൂൺ മാസം മഴക്കാലം വരുമ്പോൾ അന്നേരം മാത്രമേ അമ്മ ഇത് തുറക്കുകയുള്ളൂ. എൻ്റെ മോനെ തുറക്കുമ്പോൾ ഈ ചക്കരമാങ്ങ ഇതെല്ലാം കൂടെ അതിനകത്ത് കിടന്ന് അലിഞ്ഞ് എന്തോ രുചിയാണെന്നറിയാമോ? അപ്പോൾ മുത്തച്ഛന്മാരൊക്കെ ഉണ്ണാനിരിക്കുമ്പോൾ അവർക്ക് ആദ്യം അവർ കൊടുക്കുന്നത് ഈ ചൂട് ചോറിനകത്തൊരു കുഴി അങ്ങോട്ട് കുഴിക്കുമ്പോൾ അമ്മൂമ്മ ഇങ്ങോട്ട് വന്ന് ഒരു സ്റ്റീൽ പാത്രത്തിൽ 10-25 മാങ്ങായും എടുത്തിട്ട് അതിൻ്റെ ചാറും അതിനകത്ത് നമ്മുടെ മുളകിൻ്റെ അംശവും കാന്താരി എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ ഓരോ മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. മുത്തച്ഛൻ എന്ത് ചെയ്യും? ആ പഴുത്ത മാങ്ങ ഒരെണ്ണെടുത്ത് അത് പുളിക്കകത്ത് ഇതിനകത്ത് ഉപ്പുവെള്ളത്തിനകത്ത് കടന്നതല്ലേ, അതിനകത്ത് കാന്താരി ഇഞ്ചി എല്ലാം പിടിച്ചിട്ടുണ്ട്, കരിവേപ്പില എല്ലാം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അംശം, അതിൻ്റെ സത്തുണ്ട്. അതങ്ങോട്ട് മുത്തച്ഛനെടുത്ത് ഇങ്ങനെ ഞെവിടും ചോറിനകത്തോട്ട്. അപ്പോൾ മാങ്ങയുടെ പഴുത്ത കുറച്ച് അംശമെല്ലാം കൂടെ കൈയുടെ ഇടയിൽ കൂടി ഇങ്ങനെ ചാടി വീഴും. ഇതങ്ങോട്ട് മാറ്റി വെക്കും, കളയത്തില്ല, ഇതങ്ങോട്ട് മാറ്റി വെക്കും. മുത്തച്ഛന് ഇതങ്ങോട്ട് ഇച്ചിരി തൈര് ഒഴിക്കലെന്ന് പറയും. ഇച്ചിരി തൈരും കൂടെ ഒഴിച്ച് മോനെ ഇതങ്ങോട്ട് ചോറ് ഇളക്കിയ ഒരു അടിയുണ്ട്. ആ ഒരു രുചി ഇനി ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ പോയാലും കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് നിങ്ങളുടെ വീട്ടിലുള്ള കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ വീട്ടിലുള്ള മുത്തച്ഛന്മാരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ ഒരു സ്റ്റാർ ഹോട്ടലിൽ പോലും ഈ മാങ്ങ, ഈ ഉപ്പിലിട്ട മാങ്ങയുടെ ചോറിൻ്റെ തൈരും കൊണ്ടുള്ള കോമ്പിനേഷൻ രുചി വാങ്ങിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞാൽ ഈ മുത്തച്ഛൻ എന്ത് ചെയ്യും? മാങ്ങാണ്ടി കളയല്ല, അതെടുത്തിട്ട് നന്നായിട്ടെടുത്ത് അത് മൊത്തം ഈമ്പി എടുക്കും, അതിൻ്റെ മൊത്തം അംശം കളയാതെ, എന്നിട്ട് ആ മാങ്ങാണ്ടി കളയത്തുള്ളൂ. ഇത് കേരളത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം പോയി കഴിഞ്ഞു. ഇപ്പോൾ രാജ്യങ്ങളുടെ ഒരു വേദന, തലമുറയ്ക്ക് ഇങ്ങനെയുള്ള നന്മ നഷ്ടമായിക്കൊണ്ടിരിക്കുക. അഗസ്റ്റിൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ടോട്ടാലിറ്റി പറയാണ്. ഒത്തിരി നഷ്ടമുണ്ട് നമുക്ക്.